നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിൽ ഫ്രണ്ട് പേജ് ആണോ എന്ന് അറിഞ്ഞുകൂടെ, ഡൽഹിയിലെ പല പേപ്പറിലും ഫ്രണ്ട് പേജ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതായത് ഹയസ്റ്റ് റാങ്കിങ് മാവോയിസ്റ്റ് ലീഡർ ദേവുജി സറണ്ടേഴ്സ്. അതിൻ്റെ കൂടെ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് ഈ അദ്ദേഹത്തെ കഴിഞ്ഞിട്ട് ഇനി ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ CPML മാവോയിസ്റ്റിൽ അവശേഷിക്കുന്നുള്ളൂ. അതായത് CPML മാവോയിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഇല്ലാതാകാൻ പോവുകയാണ് എന്നാണ് എല്ലാ ഇൻഡിക്കേഷനും. സർ, എന്താണ് ഇത് കാണിക്കുന്നത്? അതായത് നമ്മൾക്കൊക്കെ അറിയാം, ഒരു 80s ശേഷം ഞാൻ പഠിക്കുമ്പോൾ ജനകീയ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഹെൽത്ത് സെക്ടറിൻ്റെ ഇഷ്യൂസ് ജനകീയ വിചാരണ നടത്തി, ഡോക്ടർമാരെ ജനകീയ വിചാരണ നടത്തുന്നത് കണ്ട് ആണ് നമ്മൾ വന്നത്. അത് മാവോയിസ്റ്റുകൾ, അന്നത്തെ മാവോയിസ്റ്റുകൾ. പക്ഷേ അതിനുശേഷം മാവോയിസ്റ്റുകൾക്ക് എന്ത് പറ്റി എന്ന് നമ്മളൊക്കെ കണ്ടാണ്. ശ്രീ കെ വേണു, ഞാൻ നേരിട്ട് അദ്ദേഹത്തെ ജെയിനിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് 81 സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ എന്താണ് സാർ ഇവർ കാണിക്കുന്നത്? അതായത് കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നവർ എഴുതാനും വായിക്കാനും കണ്ടംപററി റിയാലിറ്റീസ് നേരിട്ട് കണ്ട് അതിനെ അനലൈസ് ചെയ്ത് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. പക്ഷേ മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? അത് കേരളത്തിൽ ഒരു നക്സലൈറ്റ് പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഒരു സായുധ സമരത്തിന്റെ പാതയിലുള്ള മാവോയിസ്റ്റുകൾ അതിന്റെ കുറ്റിയറ്റിട്ട് വർഷങ്ങളായി. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ജാർഖണ്ഡിലെയും ഛത്തീസ്ഗഡിലെയും മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിഴൽ പോലുമുള്ള ഒരു സായുധ സമര പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ 30-40 വർഷമായി ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. കെ വേണുവിന്റെ തലമുറയുടെ 80കളുടെ അവസാനത്തോടുകൂടി കേരളത്തിൽ ആയുധമെടുത്തുള്ള മാവോയിസ്റ്റ് രാഷ്ട്രീയം അവസാനിച്ചു. അപ്പൊ അത് കേരളത്തിലെ പ്രശ്നമല്ല. പക്ഷെ എന്നാൽ 80കൾക്ക് ശേഷവും 90കളുടെ അവസാനവും 2006 വരെ തുടങ്ങിയിട്ട് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പോലും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളി എന്ന് പറയുന്ന വിധത്തിലുള്ള വ്യാപകമായ ഒരു ഭീഷണിയായിരുന്നു മാവോയിസ്റ്റുകൾ. ഛത്തീസ്ഗഡ് അവിടെയാണ് അതിന്റെ അന്ത്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊന്നുമില്ല. കേരളം വാചകമടി മാവോയിസ്റ്റുകൾ മാത്രമേ വർഷങ്ങളായി അവസാനിച്ചിട്ടുള്ളൂ. അവർക്ക് മാവോയിസ്റ്റ് ഒരു വികാരം എന്നുള്ളതിനപ്പുറമൊന്നും മാവോയിസ്റ്റ് സിദ്ധാന്തവും പ്രയോഗവും ഒന്നും കെ വേണു നേരത്തെ വിട്ടു. മറ്റു പലരും പല ഗ്രൂപ്പുകളിലായി 20ഓളം ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാം വല്ലപ്പോഴും സെമിനാർ നടത്തും, വല്ലപ്പോഴും ചിലർ മാസിക നടത്തും. അവർ കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഒരു ഇടതുപക്ഷ ഒബ്സർവർ ആണല്ലോ, ഇടതുപക്ഷ പ്രശ്നങ്ങളൊക്കെ വളരെ കുലങ്കഷമായി നോക്കുന്ന ആളാണ്. ഈ ദേവുജിയുടെ ഈ സറണ്ടർ, അദ്ദേഹത്തെ മറ്റു പലരും കൊല്ലപ്പെട്ടു 2-3 വർഷമായിട്ട്. മാത്രമല്ല BJP സർക്കാരിന്റെ ഹോം മിനിസ്റ്റർ പറയുന്നത് ഞങ്ങൾ അവരെ എലിമിനേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. തീർച്ചയായും സത്യം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഉന്മൂലനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം ദേവ്ജിയാണ് അവസാനത്തെ. കീഴടങ്ങുകയില്ല എന്ന് വേണുഗോപാൽ എന്ന് പറയുന്ന വേറൊരു പോളിറ്റ് ബ്യൂറോ അംഗം, അത് കിഷൻജിക്ക് ശേഷം ബാസവരാജ വന്നു, ബാസവരാജയ്ക്ക് ശേഷം ബാസവരാജ കീഴടങ്ങി. ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഇനിയും ഞങ്ങൾ കീഴടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിഭാഗത്തിന്റെ അവശേഷിക്കുന്ന നേതാവായിരുന്നു ദേവ്ജി. അപ്പോൾ കീഴടങ്ങില്ല, ആയുധം വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഭാഗം പോലും ഇന്ന് ഛിന്ന ഭിന്നമായി ഇന്ത്യൻ ഭരണകൂടത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇതിന്റെ അവസാനം കുറിക്കുന്നു. എന്തിന് അവസാനം കുറിക്കുന്നു എന്ന് കാണിക്കാൻ ഇന്ന് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗദ്രജോളി, മഹാരാഷ്ട്രയിലെ ഗദ്രജോളിയിലെ മാവോയിസ്റ്റ് സ്മാരകങ്ങൾ അടിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ്. മാവോയിസ്റ്റുകളെ ഉന്മൂലനം കഴിഞ്ഞ ശേഷം അവരുടെ രക്തസാക്ഷി കുടീരങ്ങളെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയായി അടിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ സമ്പൂർണമായിട്ടുള്ള എലിമിനേഷൻ,
ഉന്മൂലനമാണ് ഷായും ഡോവലും മൊഡിയും ലക്ഷ്യം വെച്ചത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ ഇനി അവശേഷിക്കുന്നത് ജാർഖണ്ഡ്കാരനായ മിസിർ ഒരു 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 ഒറ്റ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, 2 സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ. അവർ തെലങ്കാനക്കാരല്ല. ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഈ കീഴടങ്ങുന്നവരെല്ലാം തെലങ്കാനയുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്രയുടെ ഗദ്രജോളി തുടങ്ങിയ ബീഹാർ തുടങ്ങിയ ഭാഗങ്ങളുടെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെ ഇതുവരെ നയിച്ചുകൊണ്ടിരുന്നവർ എല്ലാവരും തെലങ്കാനയുടെ ഉൽപ്പന്നങ്ങളാണ്, തെലങ്കാനയിൽ നിന്നുള്ള നേതാക്കളാണ്, ദേവ്ജി അടക്കം. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് ജാർഖണ്ഡ്കാരനായ ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഉച്ചരിക്കാൻ പറ്റുന്നില്ല, മിസിർ എന്ന പേരിലുള്ള അദ്ദേഹം മാത്രമാണ്. അദ്ദേഹവും 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും. അവർ എവിടെ ഒളിവിലാണെന്ന് അറിയുകയില്ല. അനാഥരാക്കിക്കൊണ്ട് ആദിവാസികളെ ഇരിക്കട്ടെ സർ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മൾ മാവോയിസ്റ്റുകളുടെ കാര്യമല്ലേ സംസാരിക്കുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അവരുടെ രാഷ്ട്രീയ സാങ്കത്യം എന്താണ് ഇപ്പോൾ? അവർക്ക് രാഷ്ട്രീയ സാങ്കത്യം ഇല്ല. മാവോയിസ്റ്റുകൾക്ക് രാഷ്ട്രീയ സാങ്കത്യം നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് മാവോയിസ്റ്റ് രാഷ്ട്രീയം അല്പമെങ്കിലും മുഖ്യധാരയിലുള്ളത് CPIM ലിബറേഷൻ ദിവാങ്കർ ഭട്ടാചാര്യ നയിക്കുന്ന പൊതു ബീഹാറിലും ബംഗാളിലും മറ്റു ചില സ്ഥലങ്ങളിലും പഞ്ചാബിലും മറ്റുമുള്ള ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണ്. മറ്റു ഗ്രൂപ്പുകൾക്ക് ജനസ്വാധീനവുമില്ല, കാഡർമാരുമില്ല, രാഷ്ട്രീയവുമില്ല. ഉണ്ടായിരുന്നത് ഈ പറയുന്ന ആയുധമെടുത്ത് നീണ്ടകാല യുദ്ധത്തിലൂടെ പ്രദേശങ്ങൾ കൈയടക്കി നമുക്ക് വിപ്ലവം കൊണ്ടുവരാമെന്ന സാംസ്കാരിക വിപ്ലവത്തിന്റെ സമയത്തുള്ള മാവോയിസ്റ്റ് രാഷ്ട്രീയം കൊണ്ട് നടന്ന് ആദിവാസികളുടെ ജീവൻ ബലിയർപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് കീഴടങ്ങുന്നത്. 11,000 പേരാണ് കഴിഞ്ഞ 20 വർഷമായി ആദിവാസികളും നക്സലൈറ്റുകളും പട്ടാള സായുധ സേനയും മരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷമായി മരിച്ച നക്സലൈറ്റുകൾ എന്ന് പറഞ്ഞ് ഇവർ ആദിവാസികളടക്കം മരിച്ചവരുടെ എണ്ണം ഏകദേശം 555ഓളമാണ്. അപ്പോൾ വളരെ വളരെ എന്താ പറയുക, കൊളംബിയയിലും ഫിലിപ്പൈൻസിലും ഒക്കെ നമ്മൾ കേട്ട പോലെയുള്ള അമേരിക്കൻ സഹായത്തോടെ നടത്തിയ പോലെ ഒരു ഉന്മൂലനമാണ് നടത്തിയിരിക്കുന്നത്. അത് ഒരു തീയതി വച്ച് മാർച്ച് 31 മുൻപ് അവസാനത്തെ മാവോയിസ്റ്റും ഇന്ത്യയിൽ ഇല്ലാതാവുമെന്ന് പറഞ്ഞ ഷാ അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിനെതിരെ ഒരു മനുഷ്യാവകാശ സർ, ഞാൻ അതിനെ ഷായോ അല്ലെങ്കിൽ നേരത്തെ ചിദംബരം ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ്. അന്ന് കോൺഗ്രസിന്റെ മുഴുവൻ സപ്പോർട്ടും കിട്ടാത്തതുകൊണ്ട് ചിദംബരത്തിന് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അമിത്ഷാ ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലനിൽപ്പ് തന്നെ ഡെമോക്രസി, ജനാധിപത്യത്തിൽ ഒരു അപജയമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചോളൂ? ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും ഒരുമിച്ച് കൂട്ടി പറയാൻ ഞാൻ സമ്മതിക്കുകയില്ല. അത് താങ്കളുടെ ഒരു കൗശലമാണ്, അതൊന്നും സാധിക്കില്ല. മാവോയിസ്റ്റുകൾ സായുധ സമരം പ്രഖ്യാപിച്ച് ഭരണഘടനയിൽ വിശ്വസിക്കാതെ ബാൻഡ് ആയിട്ടുള്ള നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അതും ഇന്ത്യയിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവർ തീർച്ചയായും അവർ പതനത്തിലാണ്. പക്ഷെ അത് അവരുടെ 2 പേരുടെയും പങ്ക്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റിന് ഭാവിയില്ല എന്ന് പറയാനാണെങ്കിൽ അത് ഇത് പറഞ്ഞാൽ പോരാ. വെസ്റ്റ് ബംഗാളിൽ തോൽക്കണം, കേരളത്തിൽ തോൽക്കണം, എന്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം ഇല്ലാതാവണം. വെസ്റ്റ് ബംഗാൾ സർ ഒന്ന് മനസ്സിലാക്കുക, വെസ്റ്റ് ബംഗാളിലെ അവസാനത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ഈ ഏപ്രിൽ ബംഗാളിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി MPയും CPIM ഇടതുപക്ഷത്തിന്റെ ഇല്ലാതാകുകയാണ് ഈ ഏപ്രിൽ ഇന്ത്യൻ പാർലമെന്റിലെ. അപ്പോൾ താങ്കൾ എന്താണ് പറയുന്നത്? ഞാൻ കമ്മ്യൂണിസ്റ്റിന്റെ ഭാവി ദിവസവും എന്നെ പോലെ തല നരച്ച ദിവസവും പത്രവും വായിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാവി. താങ്കൾ എന്നെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് ഭാവിയില്ല എന്ന് പറയിപ്പിക്കാനാണെങ്കിൽ അത് നടക്കില്ല. അങ്ങനെയുള്ള ഒരു ചർച്ചയല്ല ഇവിടെ. കേരളത്തിലും ഇന്ത്യയിലല്ല, ഇനി ഞാൻ പറയാം, ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ ചരിത്രപരമായ തിരിച്ചടിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് സന്തോഷമായില്ലേ? ഇനി നമുക്ക് പറയാം, ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമല്ല ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, സോഷ്യലിസ്റ്റുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ BJP ഇതര കക്ഷികളും പ്രാദേശിക കക്ഷികൾ ഒഴിച്ച് എല്ലാവരും രാഷ്ട്രീയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം തിരിച്ചടിയുടെ പ്രശ്നമല്ല. ഞാനിവിടെ ചോദിക്കുന്നത്, ഐ ആം നോട്ട് ബോതേർഡ് അബൌട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ്.
ഐ ആം ബോതേഡ് അബൌട്ട് ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല. ഇടതുപക്ഷം എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ലേബർ പാർട്ടിയും ഇടതുപക്ഷമാണ്. അങ്ങനെ പല പാർട്ടികളുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഇല്ലാതെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്ന പാർട്ടികളുണ്ട്. മുതലാളിത്ത വിരുദ്ധ പാർട്ടികൾ ഇന്ത്യയിലും ലോകത്തും നിലനിൽക്കുന്നുണ്ട്. പഴയ കോൺഗ്രസ് അല്ല. കോൺഗ്രസിന് പോലും സ്വഭാവ മാറ്റം വന്ന് ഒരു മുതലാളിത്ത വിരുദ്ധ രാഷ്ട്രീയം പറയാൻ നിർബന്ധിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ജനാധിപത്യപരമായിട്ടുള്ള തിരിച്ചുവരവിന്റെ സൂചനകൾ അമേരിക്കയുടെ തെരുവുകളിൽ നിങ്ങൾക്ക് കാണാം. പാലസ്റ്റീൻ വിഷയത്തിൽ ലണ്ടനിലും നഗരങ്ങളിൽ കാണാം. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ കാണാം. അത്തരത്തിലുള്ള ഒരു ഇടതുപക്ഷം തിരിച്ചു വരുന്നുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കേരളത്തിൽ, ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിന്റെ ലക്ഷണം പോലും കാണുന്നില്ല. ബംഗാളിലും CPM-ന് ആ തിരിച്ചുവരവിന് ഏറ്റവും വലിയ തടയിടുന്നത് ഇപ്പോൾ കേരളത്തിലെ CPM പോലുള്ള മർക്കട ബുദ്ധിക്കാരല്ലേ? അല്ല, അതെ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. താങ്കൾക്ക് കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും ഞാൻ പറയാതെ പറ്റില്ല. കേരളത്തിൽ ഒരു ഭരണകക്ഷിയായി 10 വർഷം നിലനിന്ന ഒരു പാർട്ടിക്ക് തീർച്ചയായും അതിന് 3ാം തവണ വരികയും അങ്ങനെ ഇടതുപക്ഷത്തെ ഇന്ത്യയിൽ നിലനിർത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെറും ഭരണകക്ഷിയായി തുടരാൻ കഴിയുകയില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 10 വർഷത്തെ അധികാരത്തിലിരുന്നപ്പോൾ അതിന്റെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭ പാർട്ടി എന്ന അതിന്റെ പങ്ക് നിർവഹിക്കുന്നതിൽ അത് പരാജയപ്പെട്ടു. ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മുന്നിൽ നിന്ന് അതിന് പട നയിക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാർ അത് ആ കൊടി അവരുടെ കയ്യിൽ എടുത്തില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം RSS വിരുദ്ധ രാഷ്ട്രീയവും ജനങ്ങള് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട CPM അതിൽ പരാജയപ്പെട്ടു. വെറും പിണറായിയുടെയും മന്ത്രിസഭയുടെയും നേട്ടങ്ങൾ പ്രചരിപ്പിക്കലാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്ന അണികളും സൈബർ പോരാളികളും അല്ലെങ്കിൽ അത്തരം മന്ത്രിമാരും പാർട്ടിയും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ പോകുന്നില്ല. തിരിച്ചടി തോൽവികൾ ഉണ്ടാവാം, പക്ഷെ തോൽവിയിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയണം. ഇപ്പൊ ബംഗാളിൽ 4 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വരാൻ കഴിഞ്ഞില്ല. ത്രിപുരയിൽ 2 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വരാൻ കഴിഞ്ഞില്ല. തോൽക്കുന്നതല്ല പ്രശ്നം, തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ കക്ഷിയായി, ഒരു സമര സംഘടനയായി CPM നിലനിന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഇനി വരാനിരിക്കുന്ന ആപത്തുകൾക്ക് കാരണം. ഇനി വലിയ RSS ആക്രമണം കേരളത്തിൽ നേരിടുമ്പോൾ അതിനെ ചെറുക്കാൻ CPM-ന് കഴിവുണ്ടാവില്ല എന്ന ഭയമാണ് എന്നെ ഏറ്റവും അസ്വസ്ഥമാക്കുന്നത്. കാരണം കോൺഗ്രസിന് അത് സാധിക്കില്ല. ഇല്ല, ഇത് തന്നെയല്ലേ സാർ മാവോയിസ്റ്റുകള് ഈ ചരിത്രം അല്ലെങ്കിൽ ലോക ചരിത്രം, ഇന്ത്യൻ ചരിത്രം മാറുന്നത് കാണാതെ അവർ കാടുകളിൽ ഇരുന്ന് വിപ്ലവം വരാവുന്ന ദിവാസ്വപ്നം. അതാണ് ഞാൻ പറയുന്നത്. അതേ പ്രശ്നത്തിന്റെ ജനാധിപത്യത്തിന്റെ സർക്കാരിൽ ഇരുന്നുകൊണ്ട് CPM അല്ലെങ്കിൽ മറ്റു കാലോചിതമായി മാറാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഞാനത് ഏറ്റു പറയുന്നു. കാലോചിതം എന്ന് പറയുമ്പോൾ വെറും മുതലാളിത്ത പാതയിലേക്ക് മാറലല്ല. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്പേസ് എന്താണ്, ഇടം എന്താണ്, ആ ഇടം ഞങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയലാണ്. അല്ലാതെ ഇപ്പോൾ ഈ മാവോയിസ്റ്റുകളുടെ രാഷ്ട്രീയം ഡെങ് സിയാഒപിങ്ങിന് മുൻപുള്ള സാംസ്കാരിക വിപ്ലവത്തിലെ 78-80കളിൽ അവസാനിച്ച മാവോയിസ്റ്റ് വിപ്ലവമാണ്. അങ്ങനെ മാവോയിസം എന്നൊന്നില്ല, ഒരു സിദ്ധാന്തമില്ലെന്ന് അവർ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ആദിവാസികളുടെ മറപറ്റി ഇത് കൊണ്ട് ഇത്രയും രക്തരൂക്ഷമായ ഒരു കലാപം കൊണ്ടു നടന്നതിന്റെ ഫലം എന്താണ്? ഇന്ത്യ വീണ്ടും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭരണാധികാരത്തിന്റെ ഒരു ഓപ്പറേഷൻ കാഗർ, ഇതൊക്കെ പണ്ട് കൊളംബിയയിലും വിയറ്റ്നാമിലും ഒക്കെ നടന്ന പോലെയുള്ള ഉന്മൂലനമാണ്. അത് നമ്മൾ കാണേണ്ടി വന്നു. ഇനിയെങ്കിലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ശരിയായ തനതായ ഒരു ഇന്ത്യൻ പാത, സോഷ്യലിസത്തിലേക്ക് തനതായ ഒരു ഇന്ത്യൻ പാത കണ്ടെത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സോഷ്യലിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും ഇന്ന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ഈ RSS-ന് ബദലായി ഒരു ഇന്ത്യൻ പാത. അതന്നെ സാർ, ഞാൻ താങ്കളുമായിട്ട് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതായത്
ഇന്നത്തെ സെക്ടേറിയൻ പൊളിറ്റിക്സ് അല്ല ഇന്നത്തെ സമയം കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് പ്രത്യേകിച്ച് ഫാസിസം അല്ലെങ്കിൽ അതോറിറ്റേറിയനിസം വളരെ ശക്തമായി വളരും. രണ്ട് തരത്തില്, ഒന്ന് സ്വയം പാർട്ടികൾ മാറണം, രണ്ട് ഐക്യമുന്നണികൾ എന്താണെന്ന് തീരുമാനിക്കണം. ഇത് രണ്ടും ചെയ്യണം. കോൺഗ്രസ് മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല. കോൺഗ്രസ് ആരുമായി ഐക്യമുന്നണിപ്പെടുമെന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരാരോടൊപ്പം ഐക്യപ്പെടും എന്ന് തീരുമാനിക്കണം. ഇത് രണ്ടും പ്രധാനമാണ്. ആ ഒരു തിരിച്ചറിവ് ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മാവോയിസത്തിന്റെ പതനം ബാക്കി എല്ലാ പാർട്ടികൾക്കും നൽകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പ്രധാന പാഠം കൂടിയുണ്ട് ചെറിയാൻ. ഈ നേതൃത്വത്തിൽ അടിമുടി സർക്കാരിന്റെ ഏജന്റുമാർ എത്തിപ്പിറ്റും. പോളിറ്റ് ബ്യൂറോയിൽ അടക്കം ഷായുടെയും റായുടെയും IB-യുടെയും ഇന്ത്യയുടെ സെക്യൂരിറ്റി ഏജൻസിയുടെ ചാരന്മാർ അതിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ടാണ് ആ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തത് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൂടി ഒരു പാഠമാണ്. ഇത്തരത്തിലുള്ള രഹസ്യ സംഘടനകളെ ഭരണകൂടത്തിന് എളുപ്പം ഇന്ന് തകർക്കാൻ കഴിയും. ആധുനിക സാങ്കേതിക വിദ്യയും സമസ്ത അധികാരങ്ങളും ഉള്ളവർക്ക് സഹിക്കാൻ കഴിയും. അതും ആ സാമാന്യ ബോധവും മാവോയിസ്റ്റുകൾക്ക് ഇല്ലാതെ പോയി. അതാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു ചേതവികാരം. നന്ദി, നമസ്കാരം. വേറെ വിഷയം വീണ്ടും വരുന്നത്.